ഒരു കാര്യം പറയട്ടെ, പൈൽസിന് ചേർക്കാൻ 5 മാർഗ്ഗങ്ങളുണ്ട്. വെള്ളമൊക്കെ നന്നായി കുടിക്കുന്നവരാവുമെന്ന് എനിക്കറിയാം. എന്നാലും പറയുകയാണേ, 8 മുതൽ 12 ഗ്ലാസ് വരെ ഒരു ദിവസം വെള്ളം കുടിക്കണം. ഏകദേശം 3 ലിറ്റർ. ഈ വെള്ളം കുടി എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം ഒന്നിച്ച് കുടിക്കലല്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ചായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വെള്ളം കുടിക്കുന്ന ശീലം. ഇത് ശ്രദ്ധിക്കണേ. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുമ്പോൾ നമ്മുടെ മലം വളരെ സോഫ്റ്റായി പോകാൻ ഇടയാക്കുന്ന എങ്കിലും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫൈബർ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക. ഈ ഫൈബർ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ബീൻസ്, പയറൊക്കെ കഴിക്കത്തില്ലേ, ഇതെല്ലാം ഫൈബറുണ്ട്. ഓട്സ് കഴിക്കുന്നതിൽ ഫൈബറുണ്ട്. നമ്മൾ ചെറുപഴങ്ങളൊക്കെ കഴിക്കില്ലേ, അതിലെല്ലാം ഫൈബറുണ്ട്. പിന്നീട് പറയുന്നത് നമ്മുടെ കുത്തിരി ചോറ് കഴിക്കുക. അതുപോലെ ആപ്പിളൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, തൊലി കളയാതെ കഴിക്കണം. അപ്പോഴാണ് ഫൈബർ കൂടുതൽ കിട്ടുക. സീഡ്സിൽ ബദാം, ചിയാ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ഇതിലെല്ലാം ഫൈബർ ഒരുപാടുണ്ട്. ഈ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യത്തിന് മാത്രം കാര്യമല്ല, ശരീരത്തിൻ്റെ കൂടെ കാര്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പം ഹെൽത്തി ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് മലബന്ധം വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ജങ്ക് ഫുഡ്സ് കഴിക്കുന്നവർക്ക് മലബന്ധം വരുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ കഴിക്കാം, പക്ഷേ എന്നാലും ഏകദേശം എല്ലാ ദിവസവും പുറത്തുനിന്ന് വറുത്തതും പൊരിച്ചതും അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സും കഴിക്കുന്നവർക്ക് മലബന്ധം വരികയും ഈ മലബന്ധം പിന്നീട് പൈൽസിലേക്ക് മാറുകയും ചെയ്യും. ഇതിൻ്റെ ചെറിയ സിംറ്റംസ് പോലും നമ്മൾ ഇഗ്നോർ ചെയ്യാതിരുന്നാൽ ഇത് വളരെ വേഗം മാറ്റാവുന്ന ഒരു രോഗം മാത്രമാണ്. എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിലും അതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നെങ്കിലും ഡോക്ടറെ കണക്ട് ചെയ്യുമല്ലോ. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ.